ഈ വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയമാണ്. ഒരുപാട് മാറ്റങ്ങളാണ് ഈ വർഷം ITR ഫോമിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഫയലിംഗ് വീഡിയോയിൽ ആ ചേഞ്ചസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഫയലിംഗ് വീഡിയോ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ, അതായത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 11 കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ റീസെൻ്റ്ലി ചാനലിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുള്ളവർക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട്, പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് മിസ്സാവാതെ കാണാനായിട്ട് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം നമ്മളൊരു VIP വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഫയലിംഗ് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മളുടെ വരുമാനത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടേഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ഫയൽ ചെയ്യാൻ പോകുന്ന ഇത് ഒരു പെൻഷനറുടെ റിട്ടേൺ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെൻഷൻ ഇത്ര രൂപയാണ്. അതിൽ ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്. ദെൻ നമ്മളൊരു ഓൾഡ് ടാക്സ് റെജീം, ന്യൂ ടാക്സ് റെജീം ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് ഒരു ഫിഗറുകൾ നമ്മൾ അറൈവ് ചെയ്തിട്ടുണ്ട്. അതായത് ന്യൂ ടാക്സ് റെജീം പ്രകാരം അദ്ദേഹത്തിന് 75,000 റുപ്പീസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലഭിക്കും. ഓൾഡ് ടാക്സ് റെജീം പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ഉണ്ട്. ദെൻ ആൾക്കൊരു 1,01,00,000 രൂപയുടെ അടുത്ത് മറ്റ് ഡിഡക്ഷൻസ്, ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫയലിംഗ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഏത് റെജീമാണ് ഒപ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫയലിങ്ങിൻ്റെ സൈറ്റിലേക്ക് കടക്കാം. നമ്മൾ ഇൻകം ടാക്സ് ഫയലിംഗ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ എന്ന് കാണാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ അസസ്മെൻറ്റ് ഇയർ 2025-26 സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മളൊരു കമ്പാരിസൺ ആണ് നോക്കുന്നത് കേട്ടോ. ഇൻകം ടാക്സ് കാൽക്കുലേറ്ററിൽ നമ്മൾ ഓൾഡ് ആണോ ന്യൂ ആണോ നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വരുമാനം ന്യൂ ടാക്സ് റെജീം പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കഴിച്ചു കഴിഞ്ഞാൽ 10,28,678 വരുന്നത്. അത് എൻ്റർ ചെയ്യുന്നു. ദെൻ ഓൾഡ് ടാക്സ് റെജീം പ്രകാരം അദ്ദേഹത്തിനുള്ള ഡിഡക്ഷൻ 1,50,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് കഴിയും ടാക്സ് എമൗണ്ട് ഓൾഡ് ടാക്സ് റെജീം പ്രകാരം 91,000 റുപ്പീസാണ് ടാക്സ് വരുന്നത്. ദെൻ ന്യൂ ടാക്സ് റെജീം പ്രകാരം 56,000 രൂപ മാത്രമാണ് ടാക്സ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ന്യൂ ടാക്സ് റെജീമാണ്, അതായത് ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ പോലും ന്യൂ ടാക്സ് റെജീമാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ടാക്സ് റെജീമാണ് നിങ്ങൾക്ക് ലാഭകരം എന്ന് കാണാനായിട്ടുള്ള ഒരു വീഡിയോ, വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഫയലിങ്ങിലേക്ക് കടക്കുക. അപ്പോൾ നമ്മൾ ന്യൂ ടാക്സ് റെജീം വെച്ചിട്ടാണ് ഫയൽ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഹോം പേജിലേക്ക് തിരിച്ചു പോകുന്നു. ലോഗിൻ, പാസ്വേഡ് അടിച്ച് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഡയറക്റ്റ്ലി ഫയലിൽ ഇൻകം ടാക്സ് റിട്ടേണിൽ ഇൻകം ടാക്സ് റിട്ടേൺ എന്നുള്ളൊരു ടാബിലാണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. പക്ഷെ അതിന് മുൻപ് നമ്മൾ 2 കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. നമ്മൾ വ്യൂ 26AS എന്നുള്ളൊരു കാര്യം നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. കൺഫേം കൊടുത്ത് പ്രൊസീഡ് കൊടുത്തതിന് ശേഷം വ്യൂ ടാക്സ് ക്രെഡിറ്റ് ഫോം 26AS, അതിൽ അസസ്മെൻറ്റ് ഇയർ 25-26 HTML സെലക്ട് ചെയ്ത് വ്യൂ ഡൗൺലോഡ് ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ താഴെ കാണാനായിട്ട് കഴിയും ഇവിടെ ഇൻട്രസ്റ്റ്, ദെൻ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പെൻഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 192 പിടിച്ചിരിക്കുന്ന പെൻഷൻ, ബാക്കിയുള്ളതെല്ലാം ഇൻട്രസ്റ്റ് എമൗണ്ടുകളാണ്. അപ്പോൾ 8,93,834 രൂപയുടെ അടുത്ത് അദ്ദേഹത്തിന് പെൻഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളുടെ കമ്പ്യൂട്ടേഷനായിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ ആ സെയിം എമൗണ്ട് തന്നെയാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ പെൻഷൻ കിട്ടിയിരിക്കുന്നത്, AS 26AS എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ്. നിങ്ങളുടെ ആക്ച്വൽ പെൻഷൻ എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ അത് നിങ്ങൾക്ക് വെച്ച് പ്രൊസീഡ് ചെയ്യാം. കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ തന്നെ കൊടുക്കുക. അപ്പോൾ 26ASലെ എല്ലാ ഫിഗറുകളും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് AIS, ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ജസ്റ്റ് പ്രൊസീഡ് കൊടുക്കുക. അതിൽ AIS ക്ലിക്ക് ചെയ്യുക. ഫിനാൻഷ്യൽ ഇയർ 24-25 ആണ് എന്ന് ഉറപ്പുവരുത്തുക. ടാക്സ് പേയർ ഇൻഫർമേഷൻ സമ്മറി TIS എന്നുള്ളൊരു ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും സാലറി, ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് ബാങ്ക്,
ഇൻട്രസ്റ്റ് ഫ്രം ഡെപ്പോസിറ്റ്. അപ്പോൾ നമുക്കിവിടെ 159 + 50 ഏകദേശം 2,09,000 രൂപയുടെ അടുത്താണ് ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. നമ്മളുടെ കമ്പ്യൂട്ടേഷനായിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, 2,00,000 അത് തന്നെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. സാലറിയുടെ കേസിൽ നിങ്ങൾ എക്സാക്റ്റ് മാച്ചിങ് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. AS അല്ലെങ്കിൽ 26 AS ഒരു ഇൻഡിക്കേറ്റീവ് ഫിഗേഴ്സ് മാത്രമാണ്. അപ്പോൾ ഇവിടെ ഒരു കുറഞ്ഞ സാലറിയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്ത് തന്നെയായാലും നമ്മൾ എല്ലാം കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അതായത് AISലും 26 ASലുമുള്ള എല്ലാ ഡാറ്റയും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫയലിങ്ങിലേക്ക് തിരിച്ചു പോകാം. ഇൻകം ടാക്സ് റിട്ടേണിൽ സെലക്ട് അസസ്മെൻറ്റ് ഇയർ നമ്മൾ 25-26 കറൻറ്റ് അസസ്മെൻറ്റ് ഇയർ ഓൺലൈൻ സെലക്ട് ചെയ്യുന്നു. കണ്ടിന്യൂ കൊടുക്കുന്നു. നമ്മളിവിടെ ഓൾറെഡി നമ്മളൊരു ഫയലിംഗ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഇവിടെ റിസ്യൂം ഫയലിംഗ് എന്ന് കാണാനായിട്ട് കഴിയും. ഞാനിവിടെ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് എന്ന് കൊടുക്കുന്നു. സ്റ്റാറ്റസ് ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യുന്നു. കണ്ടിന്യൂ കൊടുക്കുന്നു. സെലക്ട് ITR ഫോം നമ്മളിവിടെ ITR 1 ആണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇനി പറയുന്ന വരുമാനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ITR 1 സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് നിങ്ങൾക്കിവിടെ ഈ വർഷം നിങ്ങൾക്കൊരു ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, പക്ഷേ അത് 1,25,000 താഴെയാണ്. അതായത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഷെയർസിൽ നിന്നോ മ്യൂച്വൽ ഫണ്ടിൽ നിന്നോ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് സെക്ഷൻ 112A പ്രകാരം. അത് 1,15,000 രൂപയിൽ താഴെയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ടോട്ടൽ വരുമാനം 50,00,000 രൂപയിൽ താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ITR 1 സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് 2 അതിൽ കൂടുതലോ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നും വരുമാനമുണ്ട്, അല്ലെങ്കിൽ 50,00,000 രൂപയിൽ കൂടുതലാണ് വരുമാനം, സെക്ഷൻ 194N പ്രകാരം ക്യാഷ് വിഡ്രോവലിന് TDS പിടിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് ITR 1 സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് എന്ന് കരുതൂ. അതായത് നിങ്ങൾ സ്വർണ്ണമോ അല്ലെങ്കിൽ ഭൂമിയോ ഒക്കെ വിറ്റിട്ടുണ്ട്, അതിൽ നിന്ന് വരുമാനങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മീഷൻ ഇൻകം 26 ASൽ 194C Hലൊക്കെ നിങ്ങൾക്ക് TDSകൾ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ITR 1 ഫോം സെലക്ട് ചെയ്യരുത്. നിങ്ങൾ 2, 3, 4 ഇതിലേതെങ്കിലും ഫോമുകളിലായിട്ട് അപ്ലിക്കബിളായിട്ട് സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളുടെ ഈ കേസിൽ നമുക്ക് ഇത് മാത്രമാണ് വരുന്നത്. അപ്പോൾ പ്രൊസീഡ് വിത്ത് ITR 1. പ്ലീസ് നോട്ട് ന്യൂ ടാക്സ് റെജീം ഇസ് ദ ഡിഫോൾട്ട് ടാക്സ് റെജീം, കൈൻഡ്ലി കമ്പയർ ദ ടാക്സ് ലയബിലിറ്റി. അപ്പോൾ അവർ തന്നെ ഒരു വാർണിംഗ് പറയുന്നുണ്ട്, നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഓൾഡ് ടാക്സ് ആണോ ന്യൂ ടാക്സ് ആണോ സെലക്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അതിന് ശേഷം നമ്മൾ ലെറ്റസ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ പ്ലീസ് എൻ്റർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നമ്മളിവിടെ ടാക്സബിൾ ഇൻകം ഈസ് മോർ ദാൻ ബേസിക് എക്സംഷൻ ലിമിറ്റ്. ബേസിക് എക്സംഷൻ ലിമിറ്റിൽ കൂടുതലായതുകൊണ്ടാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സെലക്ട് ചെയ്യാം. കണ്ടിന്യൂ കൊടുക്കുന്നു. ഇവിടെ പറയുന്നുണ്ട്, അതായത് അവൈലബിൾ ഇൻഫർമേഷൻ വെച്ചിട്ട് ഓൾറെഡി ഇവർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. ദ ഫെസിലിറ്റി ഓഫ് പ്രീ ഫില്ലിംഗ് ഈസ് ഓൺലി ഫോർ പ്രൊവൈഡിങ് അസിസ്റ്റൻസ്. അത് ജസ്റ്റ് ഒരു അസിസ്റ്റൻസിന് വേണ്ടി തന്നിരിക്കുന്നതാണ്, അല്ലാതെ അത് തന്നെ ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഓക്കെ, പേഴ്സണൽ ഇൻഫർമേഷൻ, ഇത് ബേസിക് ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ പേര്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇപ്പം നമ്മളുടെ കേസിൽ അദ്ദേഹത്തിൻ്റെ അതർ പെൻഷനേഴ്സ് എന്നുള്ളൊരു കാറ്റഗറിയിലാണ് വരുന്നത്. ദെൻ ഫയൽഡ് അണ്ടർ സെക്ഷൻ 139(1) ഇതാണ് ഡിഫോൾട്ടായിട്ട് കിടക്കുക. അതായത് നിങ്ങൾ ഡ്യൂ ഡേറ്റിനുള്ളിൽ നിങ്ങളുടെ ആദ്യത്തെ റിട്ടേൺ ഫയൽ ചെയ്യുന്നു എന്നർത്ഥം. ഫയൽഡ് ഇൻ റെസ്പോൺസ് ടു നോട്ടീസ്, അതൊന്നും ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഡു യു വിഷ് ടു എക്സർസൈസ് ദ ഓപ്ഷൻ അണ്ടർ സെക്ഷൻ 115 BAC ഓഫ് ഓപ്റ്റിംഗ് ഔട്ട് ന്യൂ ടാക്സ് റെജീം. ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങൾ ന്യൂ ടാക്സ് റെജീമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നില്ല, അതാണ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നോ എന്നാണ് കൊടുക്കേണ്ടത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ന്യൂ ടാക്സ് റെജീമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നോ എന്നും, ഓൾഡ് ടാക്സ് ആണെങ്കിൽ യെസ്സും എന്നാണ് കൊടുക്കേണ്ടത്. അവിടെ തെറ്റിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റ് കാൽക്കുലേഷൻ തെറ്റിപ്പോവും. അപ്പോൾ നമ്മളിവിടെ ന്യൂ ടാക്സ് റെജീമാണ് കൊടുക്കുന്നത്, നമ്മളിവിടെ നോ ആണ് കൊടുക്കേണ്ടത്. ബൈ സെലക്ടിങ് ദിസ് ഓപ്ഷൻ യുവർ ഇൻകം ആൻഡ് ടാക്സ് കമ്പ്യൂട്ടേഷൻ ഷാൽ ബി ന്യൂ ടാക്സ് റെജീം. അപ്പോൾ ഇവിടെ ന്യൂ ടാക്സ് റെജീം ചെയ്യുന്ന ആളുകൾ നോ എന്ന് കൊടുക്കുക. നമുക്കിവിടെ ബാങ്ക് ഡീറ്റെയിൽസ് നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഓൾറെഡി വാലിഡേറ്റഡ് ആണ്. ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് അനദർ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാം. നമ്മളിവിടെ കൺഫേം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പേഴ്സണൽ ഇൻഫർമേഷൻ അത് കൺഫേംഡ് ആണ്. ഇനി അടുത്തത് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിലേക്കാണ് പോകുന്നത്. ഇൻകം ഫ്രം സാലറി, അദ്ദേഹത്തിൻ്റെ ഇൻകം ഫ്രം സാലറി ഇവിടെ ബൈ ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുന്നത് 7,38,680 രൂപയാണ്. അതായത് പെൻഷൻ ഡീറ്റെയിൽസ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാലറി പെൻഷൻ എന്ന് പറയുന്നത് അതിൽ കൂടുതലാണ്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് എമൗണ്ട് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള കണക്ക് പ്രകാരം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് 8,93,834 രൂപയാണ്. അപ്പോൾ നമുക്കവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എഡിറ്റ് കൊടുക്കുന്നു.
ഓക്കെ, നമ്മളവിടെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ദെൻ ഡു യു വാണ്ട് ടു ആഡ് മോർ ബ്രേക്കപ്പ് വാല്യൂസ്, അതൊന്നും വരുന്നില്ല. ബാക്കി കാര്യങ്ങളൊന്നും ഇദ്ദേഹത്തിൻ്റെ കേസിൽ വരുന്നില്ല. അപ്പോൾ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 16, അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓട്ടോമാറ്റിക്കലി 75,000 റുപ്പീസ് വന്നിട്ടുണ്ട്. ദെൻ അപ്പോൾ നമ്മളിതൊന്ന് സേവ് ചെയ്യുന്നു. ഇവിടെ നമുക്കപ്പോൾ ഗ്രോസ് സാലറി നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. അവിടെ 75,000 കഴിഞ്ഞതിന് ശേഷം 8,18,000 ഇദ്ദേഹത്തിൻ്റെ നെറ്റ് സാലറി വന്നിരിക്കുന്നത്. ഇനി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ന്യൂ ടാക്സ് റെജീമാണ്. പക്ഷേ നിങ്ങൾക്ക് വാടക വരുമാനം, ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നും വാടക വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാം. ഇവിടെ സെൽഫ് ഒക്യുപ്പൈഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൗസിംഗ് ലോണിൻ്റെയാണ്. നിങ്ങൾ ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹൗസിംഗ് ലോണിൻ്റെ ഈ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. നമ്മളിവിടെ ന്യൂ ടാക്സ് റെജീം ആയതുകൊണ്ടാണ് അതവിടെ എനേബിൾ ആവാത്തത്. അതല്ല, നിങ്ങൾക്ക് ലെറ്റ് ഔട്ട് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലെറ്റ് ഔട്ടിൻ്റെ വാടകയിൽ നിന്നുള്ള വരുമാനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അവിടെ മുനിസിപ്പൽ ടാക്സ് അങ്ങനെ കാര്യങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. റെൻറ്റ് റിസീവ്ഡ് കൊടുക്കുക, ടാക്സ് പേ ടു ലോക്കൽ അതോറിറ്റീസ് ആണ്, മുനിസിപ്പൽ ടാക്സ് ആണ്. അത് കുറച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ എഴുതാം. പക്ഷെ നമുക്കിവിടെ അതൊന്നും അപ്ലിക്കബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. നിങ്ങൾ ഓൾഡ് ടാക്സ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷനിലാണ് സെലക്ട് ചെയ്തുകൊണ്ട് പ്രൊസീഡ് ചെയ്യേണ്ടതായിട്ട് വരിക. സെക്ഷൻ 24B ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ നമ്മളവിടെ വരുന്നില്ല. ഓൾറെഡി നമ്മൾ ഹൗസിംഗ് ലോണിലോ അല്ലെങ്കിൽ മറ്റ് ബിൽഡിങ്ങിന് നമ്മൾ ലോൺ എടുത്തതിൻ്റെ ഡീറ്റെയിൽസുകളൊന്നും നമ്മളുടെ കയ്യിൽ അപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മളത് എൻ്റർ ചെയ്യുന്നില്ല. അപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ളൊരു സെക്ഷനാണ്. അപ്പോൾ ഇതിൽ അവിടെ ബൈ ഡിഫോൾട്ട് കുറച്ച് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഫ്രം ഡെപ്പോസിറ്റ്സ്, അപ്പോൾ അതിൽ പോസ്റ്റ് ഓഫീസ്, കോപ്പറേറ്റീവ് സൊസൈറ്റി ഇതിൽ 1,05,800 രൂപ വന്ന് കിടക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് 3,374 രൂപ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ 1,09,000 ആണ് അവിടെ ബൈ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ AIS ഒന്ന് എടുത്ത് നോക്കുക. ഇവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ തന്നെ 1,59,000 വന്നിട്ടുണ്ട്. സേവിങ്സ് അക്കൗണ്ടിൽ 50,394 രൂപ വന്നിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് ഇത്രയും എമൗണ്ട് തന്നെ റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു നോട്ടീസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒറിജിനലി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസിൽ ഇദ്ദേഹത്തിന് ഇത്രയും വരുമാനമുണ്ട്. നമ്മുടെ ഇവിടെ കമ്പ്യൂട്ടേഷൻ ഷീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാണാനായിട്ട് കഴിയും. ഇൻട്രസ്റ്റ് ഓൺ FD 1,89, ഇൻട്രസ്റ്റ് ഓൺ SB 50,000 രൂപ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. AISലെ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് അത് അദ്ദേഹത്തിൻ്റെ കേസിൽ 1,59,450 രൂപയാണ്. നമ്മളത് എഡിറ്റ് ചെയ്തു, സേവ് ചെയ്യുന്നു. അതുപോലെ തന്നെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ ഇൻട്രസ്റ്റും എഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെറിയൊരു എമൗണ്ട് 3,374 രൂപ മാത്രമേ അവിടെ റിഫ്ലക്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കറിയാം AISലും നമ്മളുടെ കമ്പ്യൂട്ടേഷൻ ഷീറ്റിലും ഇവിടെ 50,394, നമ്മുടെ കമ്പ്യൂട്ടേഷൻ ഷീറ്റിലും 50,394 നമുക്ക് ഇവിടെ 50,394 കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്കത് സേവ് ചെയ്യാം. ഇനി താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും 2,09,844 രൂപ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളുടെ AISലും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. 2,00,000 ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2,09,000. അതായത് ഇത് അദ്ദേഹത്തിന് റിയലൈസ് ചെയ്തിട്ടുള്ള, അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിച്ച എമൗണ്ടാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഡാറ്റ ITR ഫോമിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഡാറ്റ ചിലപ്പോൾ കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുകയില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് എഡിറ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. എക്സംപ്റ്റ് ഇൻകം ഫോർ റിപ്പോർട്ടിംഗ് പർപ്പസ് ആൻഡ് അതർ ഇൻകം ഓൺ വിച്ച് നോ ടാക്സ് ഈസ് പേയബിൾ. ഇത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾ ഈ വർഷം റിട്ടയർ ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരുപാട് എക്സംപ്റ്റ് ഇൻകം നിങ്ങൾക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അഗ്രികൾച്ചർ ഇൻകം, നിങ്ങൾക്ക് അഗ്രികൾച്ചർ ഇൻകം 5,000 താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ 10BBC, ദെൻ നിങ്ങൾക്ക് ഗ്രാറ്റുവിറ്റി അല്ലെങ്കിൽ PF, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് അങ്ങനെയുള്ള, അതായത് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുകൾ കിട്ടിയിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ അത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെക്ഷനുകളിൽ മാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ എനി അതർ എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഈ എമൗണ്ട് ഇവിടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ഫോം 16 അല്ലെങ്കിൽ 26 സൈസിലൊക്കെ ഈ ഒരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് പോലെ കിട്ടിയിട്ടുള്ള എമൗണ്ടുകൾ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങളിവിടെ കൊടുക്കുന്നില്ലെങ്കിൽ അതൊരു മിസ്മാച്ച് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ റിട്ടയർ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എക്സംപ്റ്റഡ് ഇൻകം ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോളം ഫില്ല് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ കേസിലൂടെ അങ്ങനെ ഒരു കാര്യം വരുന്നില്ല, അതുകൊണ്ട് ഞാനത് ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സസ് നമ്മൾ ഫില്ല് ചെയ്തു. ദെൻ എക്സംപ്റ്റ് ഇൻകം വരുന്നില്ല. ഇൻകം ഓൺ വിച്ച്
നോ ടാക്സ് ഈസ് പേയബിൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അത് ഈ വർഷം വന്നിട്ടുള്ള പുതുതായിട്ട് വന്നിട്ടുള്ളൊരു ഫീച്ചറാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലോ ഷെയർസുകളിലോ സെക്ഷൻ 112A പ്രകാരം, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർസിൽ നിന്ന് നിങ്ങൾക്ക് ലോങ് ടൈം ആയിട്ട് ഒരു വർഷത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ലാഭം 1,25,000 താഴെയാണ് എന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ITR 2 ഫില്ല് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് 2 ലക്ഷം രൂപയുടെ ഒരു ഷെയർസ് നിങ്ങൾ വിറ്റിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കോസ്റ്റ് വന്നത് 1 lakh റുപ്പിയാണ് എന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ പക്ഷേ അതിലും കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 112A പ്രകാരം വരുന്നത് 1,25,000 കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഇത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മളിവിടെ 50,000 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കൺഫേം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാർണിംഗ് കാണിച്ചു തരും. ഇൻ ITR 1 ദ മാക്സിമം ഗെയിൻ ആസ് പെർ 112A ക്യാൻ ബി 1.25 lakhs. പ്ലീസ് ഫയൽ ITR 2 അല്ലെങ്കിൽ 3. അപ്പോൾ നിങ്ങൾക്ക് 1.25 ലക്ഷം രൂപയിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ITR 2ഓ 3ഓ ചെയ്യേണ്ടതായിട്ട് വരും. അതല്ല നിങ്ങൾക്ക് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ITR 2 അല്ലെങ്കിൽ 3 ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മളുടെ ഇവിടെ ഇത് അപ്ലിക്കബിൾ അല്ല. ഞാനതൊന്നൊരു നിങ്ങൾക്കൊരു ആ പ്രൊവിഷൻ കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ്. നമ്മളുടെ കേസിൽ ഇത് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാനത് കൺഫേം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പേഴ്സണൽ ഇൻഫർമേഷൻ കഴിഞ്ഞു, ഗ്രോസ് ടോട്ടൽ ഇൻകം കഴിഞ്ഞു. ഇനി ഡിഡക്ഷൻസിൻ്റെ ഇതാണ്. അപ്പോൾ നമുക്കറിയാം ന്യൂ ടാക്സ് റെജീമാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡിഡക്ഷൻസ് ഒന്നും ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് നോക്കുന്നു. അതിൽ ടോട്ടൽ ഡിഡക്ഷൻസ് പ്ലീസ് വെരിഫൈ യുവർ ഡിഡക്ഷൻസ് ഡീറ്റെയിൽസ് ആൻഡ് പ്രൊസീഡ് ഫർദർ. അപ്പോൾ നമുക്കതിൽ പ്രത്യേകിച്ച് ഡിഡക്ഷൻസുകളൊന്നും നമുക്കതിൽ വരുന്നില്ല, ക്ലെയിം ചെയ്യാനായിട്ടും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് അത് കൺഫേം ചെയ്യുന്നു. ടാക്സ് പെയ്ഡ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതായത് ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഫ്രം സാലറി അല്ലെങ്കിൽ പെൻഷനിൽ നിന്നും ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഡീറ്റെയിൽസാണ്. അതായത് നമ്മളുടെ എംപ്ലോയറുടെ പെൻഷൻ്റെ ഡീറ്റെയിൽസാണ്. പിടിച്ചിരിക്കുന്ന TDS, ടോട്ടൽ TDS 21,902 രൂപ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടെ 26 ഐസിലേക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടെ 33,158 രൂപ TDS പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് അവിടെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ 33,158 അവിടെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഇത് സെലക്ട് ചെയ്യുന്നു, ദെൻ എഡിറ്റ് കൊടുക്കുന്നു. ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് സാലറീസും നമുക്കറിയാം ഇത് ഈ ഫിഗർ അല്ല വരുന്നത്, അത് 893,834 ഓക്കെ. അതുപോലെ തന്നെ വരുന്ന TDS എമൗണ്ട് അത് കറക്റ്റ്ലി റിഫ്ലക്റ്റ് ആയിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ 26 സൈസിൽ വന്നിരിക്കുന്ന 33,158 കൊടുക്കുന്നു. ഓക്കെ, ദെൻ സേവ് കൊടുക്കുന്നു. ഡീറ്റെയിൽസ് ഓഫ് TDS ഡിഡക്റ്റഡ് അതർ ദാൻ ഇൻകം ഫ്രം സാലറി. അപ്പോൾ സാലറി അല്ലാതെ, അതായത് നമ്മളുടെ ബാങ്ക് ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള TDS. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെ 2 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഗ്രോസ് റിസീപ്റ്റ്സ് സബ്ജക്റ്റ് ടു TDS ഡിഡക്ഷൻസ് 1781 3586 വന്നിരിക്കുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 3586 1781. അപ്പോൾ ഈ സെയിം എമൗണ്ട് നമ്മളിവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കറക്റ്റായിട്ട് തന്നെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. എഡിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുക. കാരണം റീസെൻ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള 26 സൈസിലെ ഫിഗറുകൾ ചിലപ്പോൾ ഇൻകം ടാക്സിൽ ഈ ഫോമിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റിഫ്ലക്റ്റ് ചെയ്യുക. നമ്മളുടെ ഈ കേസിൽ ചിലപ്പോൾ നമ്മൾ ഇത് എഡിറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളൊരു 10,000 രൂപയിൽ കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വന്നേനെ. ദെൻ ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് 16C, അതായത് മറ്റ് ടാക്സിൻ്റെ ഡീറ്റെയിൽസുകൾ നമ്മുടെ TDSൻ്റെ ഡീറ്റെയിൽസ് ഇല്ല, TCS ഇല്ല, അഡ്വാൻസ് ടാക്സ് ആൻഡ് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് പേയ്മെൻറ്റ്സ് നമ്മൾ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ടോട്ടൽ ടാക്സ് പെയ്ഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളത് കൺഫേം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇത്രയാണ് നമുക്ക് TDS ആയിട്ടുള്ള ക്രെഡിറ്റുകൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു പോർഷൻ കഴിഞ്ഞു, നമ്മൾ കൺഫേം ചെയ്യുന്നു. ഗ്രോസ് ടോട്ടൽ ഇൻകം കഴിഞ്ഞു, ടോട്ടൽ ഡിഡക്ഷൻസ് കഴിഞ്ഞു, ദെൻ ടാക്സ് പെയ്ഡ് കഴിഞ്ഞു, ദെൻ വെരിഫൈ യുവർ ടാക്സ് ലയബിലിറ്റി ഡീറ്റെയിൽസ്. ഇനി അതാണ് അടുത്തതായിട്ട് വരുന്നത്. നമ്മൾ ടാക്സ് ലയബിലിറ്റി ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യുന്നു. അതായത് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഇത്ര രൂപ 10,28,000 ഉണ്ട്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് പേയബിൾ 54,000 56,474 രൂപയാണ്. സെസ് അടക്കം വരുന്നത്. ടോട്ടൽ ഇൻട്രസ്റ്റ് വരുന്നില്ല. അപ്പോൾ 56,474 രൂപയാണ് വരുന്നത്. നമുക്കത് കൺഫേം ചെയ്യുക. ഇനി നിങ്ങൾ പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ എന്നുള്ളൊരു ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് യുവർ ടാക്സബിൾ ഇൻകം, അതായത് നമ്മൾ ചെയ്തതിൻ്റെ ഒരു സമ്മറി ആയിട്ട് നിങ്ങൾക്ക് 8,18,834 നിങ്ങളുടെ സാലറി അല്ലെങ്കിൽ പെൻഷനിൽ നിന്നുള്ള വരുമാനം. ഇൻകം ഫ്രം അതർ സോഴ്സസ് ഇത്ര രൂപയാണ്. 10,28,000 ടോട്ടൽ വരുമാനം വന്നിരിക്കുന്നത്. ഇതിൽ ടാക്സസ് പേയബിൾ വരുന്നത് 54,000 56,000 രൂപയാണ്. സെസ് അടക്കം വന്നിരിക്കുന്നത്. അതിൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് വന്നിരിക്കുന്നത്
33,158 രൂപയാണ്. ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് TD, അതായത് ഇൻകം അതർ ദാൻ സാലറി TDS വിളിക്കുന്നത് 5,367 രൂപയാണ്. അപ്പോൾ 56,474 രൂപയിൽ 38,525 രൂപ നമുക്ക് TDS ആയിട്ട് ഓൾറെഡി ക്ലെയിം ഉണ്ട്. അപ്പോൾ ഇനി ബാക്കി പൈസ നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 17,950 രൂപ നമ്മൾ അടയ്ക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പേ നൗ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഫയലിൽ പേ ടാക്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിലേക്കാണ് നമ്മളിവിടെ റീഡയറക്റ്റ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് 300, ദെൻ അസസ്മെൻറ്റ് ഇയർ 25, 26 ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ വെച്ച് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതർവൈസ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ പിന്നീടാണ് ചെയ്യുന്നതെങ്കിൽ പേ ടാക്സിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ അസസ്മെൻറ്റ് ഇയറും ഈ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് 300 എന്നുള്ളൊരു ഹെഡും സെലക്ട് ചെയ്യാം നിങ്ങൾക്ക്. അതായത് ഇവിടെ പേ ടാക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ പേയ്മെൻറ്റ് കൊടുക്കാം, ന്യൂ ടാക്സ് പേയ്മെൻറ്റ്, പ്രൊസീഡ് കൊടുക്കുക, സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് അസസ്മെൻറ്റ് ഇയർ 25, 26, ഇവിടെ 300 സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എത്ര രൂപയാണോ ടാക്സ് അടയ്ക്കേണ്ടത് ആ എമൗണ്ട് നമ്മളിവിടെ ടാക്സ് എന്ന് കൊടുക്കുക. ഇവിടെ 17,950 നമ്മൾ അടയ്ക്കാനായിട്ട് വരുന്നത്. സർചാർജ്, ഇൻട്രസ്റ്റ്, ബാക്കി കാര്യങ്ങൾ 0 തന്നെ കൊടുക്കുന്നു. നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു. നമുക്കിവിടെ ഒരുപാട് പേയ്മെൻറ്റ് ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. ഇവിടെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻക്ലൂഡിങ് UPI ആൻഡ് ക്രെഡിറ്റ് കാർഡ്. ഇപ്പം ഞാൻ ആ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. ഫെഡറൽ ബാങ്ക് സെലക്ട് ചെയ്യുന്നു, ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുന്നു. 17,950 പേ നൗ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുന്നു. സബ്മിറ്റ് ടു ബാങ്ക് 17,950, ദെൻ പേ നൗ എന്ന് കൊടുക്കുന്നു. ഡെബിറ്റ് കാർഡ് സെലക്ട് ചെയ്യുന്നു, ദെൻ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് പേ നൗ കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് കാണാം ദ ചലാൻ പേയ്മെൻറ്റ് ഈസ് സക്സസ്ഫുൾ. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചലാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഈ ചലാൻ എപ്പോഴും നിങ്ങൾക്ക് അവൈലബിളും ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ അടച്ച ചലാനിൻ്റെ ഡീറ്റെയിൽസ് 17,950. അപ്പോൾ നമ്മളിതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരും, പ്രത്യേകിച്ച് BSR കോഡ്, ചലാൻ നമ്പർ, ടെൻഡർ ഡേറ്റ്, എമൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നിർത്തിയിരിക്കുന്നതിന് വീണ്ടും നമ്മൾ തുടങ്ങേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇവിടെ പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷനിലാണ് നമ്മൾ എത്തി നിൽക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ അവിടേക്ക് തന്നെ പോകുന്നു. അവിടെ നമ്മൾ ജസ്റ്റ് ബാക്ക് ടു സമ്മറി ഇതിൽ നമ്മൾ പ്രസ് ചെയ്യുന്നു. കാരണം ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോഴും എമൗണ്ട് പേയബിൾ എന്നാണ് കാണിക്കുന്നത് 17,950. കാരണം ഇവിടെ നമ്മൾ ഇനി പേ ചെയ്യേണ്ട കാര്യം നമ്മൾ ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ പലരും വിട്ടുപോകുന്നത് ഈ കാര്യമാണ്. പലരും ടാക്സ് അടയ്ക്കും, പക്ഷേ അതിൻ്റെ ചലാൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ബാക്ക് ടു സമ്മറി എടുക്കുന്നു. നമ്മൾ ഇവിടെ ടാക്സ് പെയ്ഡ് എന്നുള്ള സ്ഥലത്ത് നമ്മൾ ഈ ഒരു ഓപ്ഷൻ കണ്ടിരുന്നില്ല, അതായത് അഡ്വാൻസ് ടാക്സ് ആൻഡ് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് പേയ്മെൻറ്റ്. ഇവിടെ നമ്മൾ ആഡ് അനദർ എന്ന് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ BSR കോഡ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡീറ്റെയിൽസുകൾ അടിച്ചു കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ ചലാൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ BSR കോഡ് എന്ന് പറയുന്നത് 62100010. നമ്മൾ ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് തന്നെ നമ്മൾ കൊടുക്കുന്നു. സീരിയൽ നമ്പർ ഓഫ് ചലാൻ്റെ സീരിയൽ നമ്പർ 00318. ടാക്സ് പെയ്ഡ് നമുക്കറിയാം 17,950. സേവ് കൊടുക്കുന്നു. ഇപ്പോൾ ടോട്ടൽ ടാക്സ് പെയ്ഡ് 56,475 ആയി. അതായത് നമ്മുടെ ഇൻക്ലൂഡിങ് നമ്മളുടെ അഡ്വാൻസ് ടാക്സ്, സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് അടക്കം. ഇനി കൺഫേം കൊടുക്കുക. ഈ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ടോട്ടൽ ടാക്സസ് പെയ്ഡ് 56,475, ദെൻ വെരിഫൈ യുവർ ടാക്സ് ലയബിലിറ്റി 56,474. അതായത് ഇത് ടാലി ആവണം, അല്ലെങ്കിൽ നിങ്ങൾ 1 രൂപയെങ്കിലും കൂടുതലാണ് ഇവിടെ അടച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ പേയബിൾ ആയിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിമാൻഡ് വരാനായിട്ട് സാധ്യതയുണ്ട്. പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും വെരിഫിക്കേഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ 0 എന്ന് വന്നത് ശ്രദ്ധിക്കുക. ടോട്ടൽ ടാക്സ് ലയബിലിറ്റി 56,474, ടോട്ടൽ ടാക്സ് പെയ്ഡ് 56,475. ഇപ്പോൾ പലരും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പലരും ടാക്സ് അടയ്ക്കും, പക്ഷേ ഈ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് വിട്ടുപോകും. ജസ്റ്റ് ടാക്സ് അടച്ച് റിട്ടേൺ വെരിഫൈ ചെയ്ത് പോകും. അപ്പോൾ അവർക്ക് ഡിമാൻഡായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക. ഇനി നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് യുവർ റിട്ടേൺ. അപ്പോൾ പ്രിവ്യൂയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാണാം. നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ്, ഡോക്ടർ അല്ലെങ്കിൽ സൺ ഓഫ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇൻ മൈ കപ്പാസിറ്റി എസ് സെൽഫ് എന്ന് കൊടുക്കുക. നമ്മുടെ പാൻ നമ്പർ ഉണ്ടായിരിക്കാം. പ്ലേസ് നിങ്ങൾക്ക് അവിടെ പ്ലേസ് അടിച്ചു കൊടുക്കാം. ഇത്രയേ അതിൽ വരുന്നുള്ളൂ. ദെൻ പ്രൊസീഡ് ടു വാലിഡേഷൻ. നമ്മൾ എന്തെങ്കിലും ചെയ്തതിൽ എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാലിഡേഷനിലേക്ക് ഇനി പോകും. ഇത്രയും എററുകളാണ്. അതായത് നമുക്ക് ടൗൺ ഇതെല്ലാം വന്നിരിക്കുന്നത് ഒന്ന് അഡ്രസ് പേജിലും പിന്നെ ടാക്സ് അപ്ഡേറ്റ് ചെയ്ത പേജിലുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇയർ ഓഫ് ടാക്സ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് 2024-25 സെലക്ട് ചെയ്യുക, സേവ് കൊടുക്കുക. നമ്മളുടെ 26 AS ഉണ്ടായിരുന്ന TDS 2-ൻ്റെ ഡീറ്റെയിൽസുകളായിരുന്നു. രണ്ടാമത്തെ എഡിറ്റ് കൊടുക്കുക, സെലക്ട് ഇയർ ഓഫ് ടാക്സ് ഡിഡക്ഷൻ 24-25. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും
കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് കറക്റ്റ് ചെയ്യുക. ദെൻ കൺഫേം, പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ, പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ്, പ്രൊസീഡ് ടു വാലിഡേഷൻ. ഇപ്പോൾ 2 എററായിട്ട് മാറി. ഇനിയിപ്പോൾ നമുക്ക് ടൗൺ, സിറ്റി, ഡിസ്ട്രിക്ട്, പിൻ കോഡ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ടൗൺ, സിറ്റി, പിൻ കോഡ് നമ്മൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസിലേക്കാണ് പോകുന്നത്. ടൗൺ, സിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. ദെൻ സേവ് കൊടുക്കുന്നു, കൺഫേം കൊടുക്കുന്നു. വീണ്ടും പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ, പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് യുവർ റിട്ടേൺ, പ്രൊസീഡ് ടു വാലിഡേഷൻ സക്സസ്ഫുൾ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് എററുകളൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് പ്രിവ്യൂ കൊടുക്കാം. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇൻറ്റേർണൽ വാലിഡേഷൻ ITR 1 പ്രിവ്യൂ. ഈ പ്രിവ്യൂവിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. പേഴ്സണൽ ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ഗ്രോസ് ടോട്ടൽ ഇൻകം. ഡൗൺലോഡ് പ്രിവ്യൂ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രിവ്യൂ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പ്രിവ്യൂ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ക്രോസ് വെരിഫൈ ചെയ്തതിന് ശേഷം റിട്ടേൺ സബ്മിറ്റ് ചെയ്യാം. ദെൻ പ്രൊസീഡ് ടു വാലിഡേഷൻ സക്സസ്ഫുൾ. ദെൻ പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് 3 ഓപ്ഷനുകളുള്ളത്. ഒന്ന് വെരിഫൈ നൗ, നമുക്ക് ഇപ്പം തന്നെ നമുക്ക് വെരിഫൈ ചെയ്യാം. ദെൻ വെരിഫൈ ലേറ്റർ, ദെൻ വെരിഫൈ വയ ITR V. നമുക്ക് അത് ഒരു ഫോം സൈൻ ചെയ്തുകൊണ്ട്, നിങ്ങൾക്ക് പലർക്കും അറിയാം, നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്തതിന് ശേഷം സൈൻ ചെയ്തുകൊണ്ട് ബാംഗ്ലൂർക്ക് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. അപ്പോൾ വെരിഫൈ നൗ എന്നുള്ളൊരു ഓപ്ഷനാണ് ബെറ്റർ ആയിട്ടുള്ളത്. പക്ഷേ ഞാനിപ്പോൾ തൽക്കാലം വെരിഫൈ ലേറ്റർ കൊടുത്തിട്ട് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ വെരിഫൈ ചെയ്താൽ മതി. പക്ഷേ ഇപ്പോൾ തന്നെ ഞാൻ വെരിഫൈ ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ വെരിഫിക്കേഷനിൽ നമുക്ക് നൗ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ്ലി റിപ്പീറ്റ് ചെയ്യേണ്ടി വരാം. ചിലപ്പോൾ കുറച്ച് മുമ്പത്തെ സ്റ്റെപ്പിലേക്ക് പോകേണ്ടതായിട്ട് വരാം. അപ്പോൾ അതിന് പകരം അത് ഒഴിവാക്കാനായിട്ട് ഞാൻ കണ്ടിന്യൂ കൊടുക്കുന്നു. വെരിഫൈ ലേറ്റർ എന്നുള്ളത് കണ്ടിന്യൂ കൊടുക്കുന്നു. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുന്നു. സബ്മിറ്റ്. ഓക്കെ, അപ്പോൾ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. ദെൻ ഇനി നമുക്ക് വെരിഫൈ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ പ്രൊസീഡ്, യു ഹാവ് സബ്മിറ്റഡ് യുവർ റിട്ടേൺ. ഡൗൺലോഡ്, നമുക്ക് ITR V ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെരിഫൈ ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് വെരിഫൈ റിട്ടേൺ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിങ്ങൾ ഡാഷ്ബോർഡിൽ നിങ്ങൾ ഫയൽ ഇൻകം ടാക്സ് റിട്ടേണിൽ വ്യൂ ഫയൽഡ് റിട്ടേണിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അസസ്മെൻറ്റ് ഇയർ 2025-26 നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞു. പെൻഡിങ് ഫോർ വെരിഫിക്കേഷൻ എന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് എടുത്താൽ പോലും നിങ്ങൾക്ക് വെരിഫൈ റിട്ടേൺ എന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ വെരിഫൈ കൊടുക്കുന്നു. നമ്മൾ വെരിഫൈ ചെയ്യുന്നത് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഐ വുഡ് ലൈക്ക് ടു വെരിഫൈ യൂസിങ് എ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് വിത്ത് ആധാർ എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആധാർ നമ്പർ ജനറേറ്റ് ചെയ്തു, നമ്മളത് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റിട്ടേൺ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമുക്കിനി റിട്ടേൺഡ് എക്നോളജ്മെൻറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ എക്നോളജ്മെൻറ്റ്, ദെൻ ഡേറ്റ് ഓഫ് ഫയലിംഗ് 15th ജൂൺ, അസസ്മെൻറ്റ് ഇയർ 2025-26, നമ്മളുടെ വരുമാനത്തിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം കാണിക്കുന്നുണ്ട്. ദെൻ അടച്ച ടാക്സ് 56, 474, 475. അതിൽ റിട്ടേൺ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ഡു നോട്ട് സെൻഡ് ദിസ് എക്നോളജ്മെൻറ്റ് ടു CPC ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ സക്സസ്ഫുള്ളി ഫയൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വർഷത്തെ ഫയലിംഗ് എല്ലാവരും വളരെ കൃത്യമായും കോൺഫിഡൻസോടു കൂടിയും ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.